മിക്കവാറും ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു അത്താണിയായിട്ട്. ഡോക്ടർമാരെല്ലാം തള്ളിക്കളയുമ്പോൾ അവർ പറയും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന നിങ്ങളുടെ തുടക്കമാകട്ടെ. ഹായ് ഫ്രണ്ട്സ്, വിക്ടറി വൈബ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റ് ഹൌസിൽ പണ്ടൊരിക്കൽ ഒരു പട്ടാളക്കാരൻ വാതിൽക്കൽ പ്രസിഡന്റിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരും അദ്ദേഹത്തിന് അകത്തേക്ക് പോകാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അദ്ദേഹം കരഞ്ഞു നിലവിളിച്ചിരിക്കുമ്പോൾ ചെറിയൊരു 12 വയസ്സുള്ള ഒരു ബാലൻ അതുവഴി കടന്നു വന്ന് ചോദിച്ചു, എന്താണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം വിവരം പറഞ്ഞു, എനിക്ക് പ്രസിഡന്റിനെ കാണണം. ആ കുട്ടി അദ്ദേഹത്തിന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഒത്തിരി ആശങ്കകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആരും അദ്ദേഹത്തെ കടത്തിവിടുന്നില്ല. എന്നാൽ ഗാർഡ് റൂം, പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഗാർഡ് റൂമിൽ ചെന്നപ്പോൾ ആരും അവരെ തടയുന്നില്ല. വളരെ കൂളായി അവർ അകത്തേക്ക് പോകുമ്പോൾ അടുത്തത് വൈറ്റ് ഹൌസിന്റെ വലിയ മുറ്റമായിരുന്നു. അവിടെയും അനേക അകമ്പടിക്കാരൊക്കെ കാവൽ നിൽക്കുന്നു. ആരും ഇവരെ തടയുന്നില്ല. ആ മുറ്റവും കടന്ന് അവർ ആ ബംഗ്ലാവിന്റെ ആ വലിയ മുറിയിലേക്ക് എത്തി. ആ ഡ്രോയിങ് റൂമിലേക്ക് എത്തിയപ്പോഴും ആരും അവരെ തടഞ്ഞില്ല. നേരെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ മുറിയിലേക്കാണ് അവർ രണ്ടുപേരും കടന്നു ചെന്ന ഉടനെ തന്നെ ഈ 12 വയസ്സുള്ള ബാലൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ഡാഡി, അങ്ങേ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, എന്തോ അങ്ങയോട് പറയാനായിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്ത് പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ ആ പട്ടാളക്കാരന്റെ എല്ലാ പരാതികളും അപേക്ഷകളും കേട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് സൂചിപ്പിക്കുന്നത്. നാം എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്? കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് കൃപാസനത്തിലേക്ക് പ്രവേശനമുണ്ട്. ഏത് സമയത്തും എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്, തത്സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിന്റെ കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെയ്യുക. നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിന്റെ കരം പിടിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിതാവിന്റെ സന്നിധി നമുക്ക് പ്രവേശനമുണ്ട്. നമ്മുടെ ഭക്തിയോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമോ ഒന്നുമല്ല അവിടെ വിഷയം. ഒറ്റ കാര്യമാണ്, ക്രിസ്തുവിലൂടെയാണ് ഞാൻ പോകുന്നത് എങ്കിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം കേൾക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുക. എന്തിനാണ് താങ്കൾ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് താങ്കൾ ഭാരപ്പെട്ട് ദിവസങ്ങൾ ചെലവഴിക്കുന്നത്? എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ആ ബന്ധുക്കൾ എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതിയിൽ താങ്കൾ എന്തിനു ജീവിക്കണം? താങ്കളെ കേൾക്കുവാൻ ദൈവം ഒരുക്കമാണ്. അവന്റെ ചെവി മന്ദമായിട്ടില്ല. പക്ഷെ ക്രിസ്തുവിന്റെ നാമത്തിലാണോ താങ്കൾ കടന്നു ചെല്ലുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ആ വാതിൽ തുറന്നിരിക്കുക, ആ മുറ്റം തുറന്നിരിക്കുക, ആ ബംഗ്ലാവ് തുറന്നിരിക്കുക. ഒരു വ്യക്തികൾക്കും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. അത് മാത്രവുമല്ല, പ്രാർത്ഥന നിങ്ങളുടെ പ്രയോറിറ്റിയായി മാറണം. മിക്കവാറും ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു അത്താണിയായിട്ട്. ഡോക്ടർമാരെല്ലാം തള്ളിക്കളയുമ്പോൾ അവർ പറയും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന നിങ്ങളുടെ തുടക്കമാകട്ടെ. പ്രിയ സ്നേഹിത, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വഴി ക്രിസ്തു നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി അവൻ തന്റെ ജീവൻ നൽകിയിട്ടാണ് ഈ വഴി ഒരുക്കിയത്. സോ ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും നിവർത്തിക്കാൻ ദൈവം ഒരുക്കമാണ്. ഇന്ന് താങ്കൾ പ്രാർത്ഥിച്ചു. God bless you.